തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ. മഹാരാഷ്ട്രയിൽ പുതിയ വോട്ടർമാരെ ചേർത്തതിലും പോളിംഗ് വർദ്ധിച്ചതിലും സംശയങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് രാഹുൽ. ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നൽകാൻ രാഹുലിന് സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്ന ആരോപണവും രാഹുൽ ആവർത്തിച്ചു. അതേസമയം ആരോപണങ്ങൾ നിയമപരമായി തെളിയിക്കാൻ രാഹുലിനെ വെല്ലുവിളിച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വീണ്ടും ആരോപണങ്ങളുമായി, യാതൊരു തെളിവുകളുമില്ലാതെ കേവലം ആരോപണങ്ങളുമായി രാഹുൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏത് തരത്തിലാണ് രാഹുലിന്റെ വാക്കുകൾ? KP തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് കയ്യിലുണ്ടെന്നും ആറ്റം ബോംബ് പൊട്ടിയാൽ രാജ്യത്ത് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്നും പ്രഖ്യാപിച്ച രാഹുൽ ഇന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ, വോട്ടിംഗ് നടപടികൾ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നതിന്റെ തെളിവുകൾ രാഹുൽ പുറത്തുവിടും എന്നായിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും തന്റെ സംശയങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയാണ് രാഹുൽ ചെയ്തിട്ടുള്ളത്. അതായത് മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവസാന മണിക്കൂറിൽ പോളിംഗ് വർദ്ധിച്ചതിൽ ദുരൂഹതയുണ്ട്. എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിൽ വലിയ രീതിയിൽ പോളിംഗ് വർദ്ധിച്ചത്? കൂടാതെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒന്നിലധികം വോട്ടുകൾ ആളുകൾ ചെയ്തു എന്ന സംശയമുണ്ട്. കൂടാതെ രാഹുൽ ഉന്നയിച്ചിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ, ഈ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായി, എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിരുദ്ധമായി ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചു എന്ന ആരോപണം രാഹുൽ ഇന്നും ആവർത്തിക്കുകയുണ്ടായി. ഇത്തരത്തിൽ സംശയങ്ങളും ആരോപണങ്ങളും തുടർച്ചയായി ഉന്നയിക്കുകയല്ലാതെ ഇത്തരം ആരോപണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ജനങ്ങൾക്ക് മുൻപിലേക്ക്, പൊതുമധ്യത്തിലേക്ക് വെക്കാൻ രാഹുലിന് ഇന്നും സാധിച്ചിട്ടില്ല. കൂടാതെ കർണാടക വോട്ടർ പട്ടികയിൽ 40,000-ത്തിലധികം വ്യാജ അഡ്രസ്സുകളിൽ വോട്ടർമാരുണ്ട് എന്ന ആരോപണം ഇന്നിപ്പോൾ രാഹുൽ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അത് നിയമപരമായി തെളിയിക്കാനാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാഹുലിനെ വെല്ലുവിളിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട തന്റെ ആരോപണങ്ങളും സംശയങ്ങളും ഇന്ന് വീണ്ടും രാഹുൽ ഉന്നയിച്ചിരിക്കുകയാണ്. കൂടാതെ മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ട് എന്ന ആരോപണം നേരത്തെ രാഹുൽ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 6 മാസത്തോളം നീണ്ട പരിശോധന കോൺഗ്രസ് നടത്തി എന്നാണ് രാഹുൽ അവകാശപ്പെട്ടത്. പക്ഷേ അത്തരം പരിശോധന നടത്തിയെന്നല്ലാതെ ആ പരിശോധനയിൽ എന്ത് തെളിവുകൾ കണ്ടെത്താനായി എന്ന വിശദാംശങ്ങൾ നൽകാൻ രാഹുലിന് സാധിച്ചിട്ടില്ല. അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ നേരത്തെ വോട്ടിംഗ് മെഷീനെതിരെയായിരുന്നു കോൺഗ്രസ് തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടിംഗ് പെർസെന്റേജ് ഉയർന്നതിലും വോട്ടർമാർക്കെതിരെയുമുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടർച്ചയായി ദയനീയമായ പരാജയം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരുന്നു. അതിന്മേൽ ആദ്യം വോട്ടിംഗ് മെഷീനെതിരെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഹുൽ തുടരുകയാണ്. ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.